നാരകം നട്ടടോ നാരി ഭരിച്ചടോ നരക പോലും. എന്തോ ഒരു കുറവ് പോലെയാണ് നാരങ്ങ വീട്ടിലുണ്ടെങ്കിൽ. നമ്മളെ കൊടുകിൽ അങ്ങനെയൊന്നുമില്ല. ഹായ്, അപ്പം എല്ലാവരുടെ വീട്ടിലും ഇതുപോലത്തെ ഓരോ ചെറുനാരങ്ങൻ്റെ തൈ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ, ഇതിനിപ്പോൾ സീസണൊന്നുമില്ല, ഏകദേശം എല്ലാ സമയത്തും പൂവും കായും അങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്, ഇപ്പോൾ നല്ല വെയിലും ചൂടുമാണ്, നമ്മൾ തന്നെ കരിഞ്ഞു പോകുന്നു, അങ്ങനത്തെ ചൂടാണ്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. അത് ചോട് മാത്രമല്ല, ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് നനച്ച് ഇങ്ങനെ പാറ്റി നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ കായ പിടിക്കും. ഇപ്പം നമ്മളെ കൊടുകിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആവുന്ന സമയത്ത് കാപ്പി മുളകും ഒക്കെ അത്യാവശ്യം പറിച്ച് കഴിയും. അപ്പോൾ കാപ്പിക്കായാലും എല്ലാത്തിനും നനച്ച് കൊടുക്കും. അപ്പം നനച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ സ്പ്രിങ്ക്ലർ വെച്ചിട്ട് ചെറുനാരങ്ങയും ഓറഞ്ചും എല്ലാത്തിനും നനച്ച് കൊടുക്കും. അപ്പം നനച്ച് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പൂവൊന്നും കരിഞ്ഞു പോകാണ്ട് നല്ലപോലെ കായ പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പം നമ്മൾ ഈ തൈൽ തന്നെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, ഇത് അത്യാവശ്യം വലിപ്പമുള്ളതുണ്ട്. പിന്നെ അതുപോലെ ഇത് ചെറുത് കുറച്ച് വണ്ണം വെക്കുന്നതുണ്ട്. അതുപോലെ ഇതാ പുതിയതായിട്ട് പൂത്ത് വരുന്നത് കണ്ട, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നനച്ചു കൊടുക്കലുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം ഇങ്ങനെ ആയി വരുന്നത്. ഇപ്രാവശ്യം കുറച്ച് കുറവാട്ടോ നമ്മൾ ഈ നാരങ്ങയിൽ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോഴിക്കോട് ഉണ്ടായിരുന്നു, പഴയ ഒരു കോഴിക്കോട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇത് പന്തൽ പോലെ പടർന്ന് വന്നത്. അപ്പോൾ നമ്മൾ ആ കോഴിക്കോട് മാറ്റിയ സമയത്ത് ഇതിന് ഒരുപാട് വേദനയുണ്ടായി ഇതിൻ്റെ അറ്റത്തെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് നാരങ്ങേൻ്റെ പൂവൊക്കെ കുറേ കുറവ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാടൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമ്മളെ വീട്ടാവശ്യത്തിനുള്ളത് ഈ നാരങ്ങയിൽ നിന്ന് കിട്ടലുണ്ട്. ഇതാ ഇപ്പോൾ കുറച്ച് വേനലായതുകൊണ്ട് കുറച്ച് വണ്ണം കുറവാട്ടാ, പക്ഷെ നല്ല നീരുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, നമ്മളെ നാരങ്ങക്ക് എന്താ പറയുക, നല്ല പോലെ നീരുണ്ടാവലുണ്ട്. ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് തന്നെ ഇതിൻ്റെ നീരും കിട്ടലുണ്ട്. പിന്നെ ഈ നാരങ്ങയെ പറ്റിയിട്ട് ഇവിടെ ഒരു ചൊല്ലുണ്ട് കേട്ടാ, നാരകം നട്ടടോ നാരി ഭരിച്ചടോ നരക പോലും. എന്തോ ഒരു കുറവ് പോലെയാണ് നാരങ്ങ വീട്ടിലുണ്ടെങ്കിൽ. നമ്മളെ കൊടുകിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ, അല്ലേ അമ്മേ? അതെന്ന് അങ്ങനെ പറയുന്നത്. ഈ നാരകം നട്ടടും നാരി ഭരിച്ചിടും എന്നല്ല പണ്ട് പറയുന്നേ. നാരി ഭരിച്ചിടും എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ വരണായാൽ ആണുങ്ങൾക്ക് അതൊരു നാണക്കേടല്ലേ. അന്നേരമല്ല ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ഭയങ്കര അന്തരമുണ്ട്. പക്ഷെ ഇന്നതല്ല, ഇന്ന് ആണും പെണ്ണും തുല്യതയാണ്. അതുകൊണ്ട് അധികം ആളും അന്നേരം കൊത്തിക്കളയുന്നേ. ഇപ്പം ആരും അങ്ങനെ കൊത്താൻ നിൽക്കൂല. നീ കാണുന്നില്ലേ നമ്മളിപ്പോൾ എത്ര കൊല്ലമായി പറിക്കുന്നേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പണ്ടത്തെ ഓരോ കഥകൾ. അപ്പോൾ നിങ്ങളെ നാട്ടിലും ഇങ്ങനത്തെ എന്തെങ്കിലും കഥയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നാരങ്ങ ഇതുവരെ കൊത്തിക്കളയാണ്ട് വീട്ടിലുള്ളവർ നല്ല കടുത്ത വേനലാണ് അതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി, തീർച്ചയായിട്ടും നല്ലപോലെ നാരങ്ങ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.